മഴവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം കർക്കിടക മാസം അടുത്തു വന്നിരിക്കുകയാണ്. അതായത് ജൂലൈ 17-ാം തീയതിയാണ് കർക്കിടക മാസം 1-ാം തീയതി വരുന്നത്. പക്ഷെ കർക്കിടക മാസം ഹൈന്ദവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പുണ്യമാസമായിട്ടാണ് കാണുന്നത്. കർക്കിടകവുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ രാമായണം വായന, അങ്ങനെയുള്ള ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടും ഹനുമാനുമായി ബന്ധപ്പെട്ടും കുറെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. രാമായണം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, സർവൈശ്വര്യങ്ങളും വരുന്നതിന് ഒരു ദിവസം ഒരു പേജെങ്കിലും വെച്ച് പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇവിടെ ഇപ്പം നമ്മള് കർക്കിടക മാസത്തില് നമുക്ക് ചില ഐശ്വര്യം വീട്ടിലേക്ക് വരാൻ, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന്റെ തടസ്സം നീക്കി വീട്ടിൽ ഐശ്വര്യം വരാൻ ഉള്ള ഒരുപാട് ഉപാധികൾ നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ അതൊന്നും ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. കുറച്ച് പഴയ വീട്ടുകാർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോ നമ്മൾ ചെയ്യേണ്ടതായ ഐശ്വര്യം വരാനും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങാനും എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ജീവിതത്തിൽ അതൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കാനുള്ള ചില ഉപാധികൾ, ചില ചെയ്യേണ്ട രീതികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. അതിനോടൊപ്പം വരുന്ന ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം. നമുക്ക് ഈ കർക്കിടക മാസത്തിൽ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യം കൊണ്ടുവരാനും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങാനും, അതുപോലെ തന്നെ തൊഴിലിൽ തടസ്സങ്ങളുള്ളവർക്ക് ആ തൊഴിൽ തടസ്സം നീങ്ങാനും, അതുപോലെ നമ്മുടെ വിവാഹങ്ങളൊന്നും നടക്കാത്തവർ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടന്നു കിട്ടാനും, വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാറാനും. ഇനി ഞാൻ കൂടുതലായി പറയുന്നില്ല, എന്ത് സമസ്ത പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. നമ്മുടെ വീട്ടില് ചില വസ്തുക്കൾ, അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ, അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. ഈ കർക്കിടക മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ കർക്കിടക മാസം അവസാനിക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം നമുക്ക് കണ്ടു തുടങ്ങാൻ കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങും. തൊഴിലില്ലാത്തവർക്ക് അത് തൊഴിൽ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രശ്നം തീരാൻ തുടങ്ങും. അത് ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നു. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ ഈ കളിമണ്ണിന്റെ വസ്തുക്കൾ, കളിമണ്ണുണ്ടാക്കിയ പാത്രങ്ങളായിക്കോട്ടെ, വിഗ്രഹങ്ങളായിക്കോട്ടെ, ഇനി കൗതുക വസ്തുക്കളായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ വൃത്തിയായി സൂക്ഷിക്കുക. അതായത് തുടച്ച് മിനുക്കി വൃത്തിയായിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കൃത്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന പറയുന്നത്. അതുപോലെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ നമ്മൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അത് വാസ്തുശാസ്ത്ര പ്രകാരം സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന പറഞ്ഞത്. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുമെന്ന് പറയുന്നു. അതായത് ഈശാന കോണിൽ വെച്ച് അത് പൂജിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നീങ്ങും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങി, തൊഴിൽ തടസ്സം നീങ്ങി, സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കൃത്യമായിട്ട് ഈ വിഗ്രഹത്തെ പൂജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മൺകുടം, പഴയ കാലത്തൊക്കെ മൺകുടം കാണാൻ കഴിയും. ഒരു മൺകുടമെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് അത് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേനൽക്കാലമാണെങ്കിൽ നമ്മൾ അതിൽ കാലിയാക്കിയിട്ട് അല്ലെങ്കിൽ ശൂന്യമാക്കിയിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. ഒന്നുമില്ലാതെ മൺകുടം വെക്കരുത്. അപ്പോൾ അത് വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ അതിൽ വെള്ളം നിറച്ചു വെക്കുക. ദിവസവും വെള്ളം മാറ്റി നിറച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വാസ്തുശാസ്ത്ര പ്രകാരം ആ വീടിന് തന്നെ ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കുമെന്നും, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ തടസ്സം നീങ്ങി ആ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ട് ധനം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നാനാ വഴികളിലൂടെ നമുക്ക് ധനം ലഭിക്കാനുള്ള സാഹചര്യം ഒത്തുവരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം പിന്നൊന്ന് പറയുന്നത്, ഈ കുടം തന്നെ മഴക്കാലത്താണെങ്കിൽ വെള്ളം നിറച്ചു വെക്കേണ്ട ആവശ്യമില്ല.
ഈ കുടം നമ്മൾ എന്തെങ്കിലും ധാന്യങ്ങൾ ഈ കുടത്തിൽ ഇട്ട് വെക്കണം. എപ്പോഴും കുടം കാലിയാക്കി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ കുടം കാലിയാക്കി വെക്കാതെ അതിൽ എന്തെങ്കിലും ധാന്യങ്ങൾ ഇട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ പറയാനുള്ള ഒരു വിഷയം എന്താ വെച്ചാല്, നമ്മളൊരു നല്ല ഒരു മൺപാത്രം, അതായത് കുടം പോലത്തെ ചെറിയൊരു മൺപാത്രം നമ്മൾ വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായി കഴുകി അത് ഒരു ബുധനാഴ്ച ചെയ്യണം. ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ കുടം വാങ്ങിച്ചു കൊണ്ടുവന്ന് ബുധനാഴ്ച കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ബുധനാഴ്ച കാലത്ത് അതെടുത്ത് അതില് വൃത്തിയായിട്ട് നമ്മളെ കുളിയെ കഴിഞ്ഞു വന്ന് വൃത്തിയായിട്ട് നമ്മുടെ കന്നിമൂലയാണ് ഇത് വെക്കേണ്ടത്. അത് നമ്മുടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുന്ന പറഞ്ഞത്. വീടിന്റെ ദോഷങ്ങൾ നീക്കി, വാസ്തു സംബന്ധമായ ദോഷങ്ങൾ നീക്കി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കുടിയിരിക്കാൻ അവസരം ഉണ്ടാക്കും പറയുന്നു. മഹാലക്ഷ്മി കുടിയിരുന്നാൽ തന്നെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, സാമ്പത്തിക പ്രതിസന്ധികളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിൽ വാണരുളെന്ന് പറയുന്നു. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ബുധനാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ കൃത്യമായിട്ട് ഈ ബുധനാഴ്ച പച്ചരി, അത് ഈ മൺപാത്രം നിറച്ച്, ചെറിയൊരു മൺപാത്രം മതി, അത് രണ്ടു ദിവസം മുന്നേ തലേദിവസം വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയായി ഉണക്കിയെടുക്കുക. എന്നതിന് ശേഷം ബുധനാഴ്ച കാലത്ത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് ഈ പാത്രത്തിൽ പച്ചരി നിറയ്ക്കുക. അതായത് പാത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് പച്ചരി ഫുള്ളായി നിറയ്ക്കണം. തൂവി പുറത്തേക്ക് പോകണം, ആ ലെവലിൽ നിറയ്ക്കണം. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചരി നിങ്ങൾ അളവ് പോലെ എടുത്താൽ മതി. 1 കിലോനോ 1/2 കിലോനോ 1/4 കിലോനോ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് നമുക്കത് എടുത്താൽ മതി. അങ്ങനെ ഈ പച്ചരി ഈ നമ്മൾ എന്ത് ചെയ്യും, കന്നിമൂല, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല. അപ്പൊ ഈ കന്നിമൂലയിൽ ശുദ്ധീകരിച്ച സ്ഥലത്തോ പച്ചരി ഒരു പാത്രത്തിനനുസരിച്ച് വലുപ്പത്തിൽ നിറച്ചു വെക്കുക. അത് ചെയ്യേണ്ടത് കന്നിമൂലയിലാണെന്ന് പറഞ്ഞു. കന്നിമൂല എന്ന് പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല, അതായത് നിരുതി കോണ്. അപ്പൊ ഈ നിരുതി കോണിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ വീട്ടിന്റെ ഉൾഭാഗത്തായിട്ട് ചെയ്യണം. നല്ല ശുദ്ധീകരിച്ച സ്ഥലത്താണ് ഈ പച്ചരി ഈ മൺപാത്രത്തിൽ വെച്ചതിന് ശേഷം അതിൽ ഒരു ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യണം. ബുധനാഴ്ച 5 രൂപ നാണയം ഇട്ട് വെക്കുക. 5 രൂപ നാണയം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നാണയം ഇട്ട് വെക്കുക. പക്ഷെ ഇടുന്ന നാണയം ഇന്ന് 5 രൂപ ഇട്ടെന്നെങ്കിൽ 5 രൂപേനെ തുടർച്ചയായിട്ട് ഇടണം. അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ 1, നമ്മുടെ കഴിവിനനുസരിച്ച്. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് 5 രൂപയാണ്. 5 രൂപ നാണയം നിങ്ങൾ ഇട്ട് വെക്കുക ബുധനാഴ്ച. അങ്ങനെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് വന്ന് ഈ ഒറ്റ രൂപയോ 5 രൂപയോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇട്ടിക്കുന്ന ആദ്യം മുതൽ വെച്ചാൽ അത് ഇട്ട് വെക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് ഈ 5 രൂപ നാണയം തുടർച്ചയായിട്ട് ഈ പച്ചരിയിൽ ഇട്ട് വെക്കുക. അങ്ങനെ 18 ദിവസം നിങ്ങൾ ചെയ്യാം. 18 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടത് അതാത് മതസ്ഥരുടെ പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അവർക്ക് ഓരോ മതസ്ഥർക്കും അവരുടെ ആചാരങ്ങൾ എന്താണോ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോ ഈ പ്രാർത്ഥന ഇട്ട് വെച്ചതിന് ശേഷം 18 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 18ാമത്തെ ദിവസം നമ്മൾ ഇത് എടുത്ത് നന്നായി പ്രാർത്ഥിച്ച്, അത് ഹൈന്ദവരാണെങ്കിൽ, ഹിന്ദു മതാചാരപ്രകാരം ഉള്ളവരാണെങ്കിൽ അത് കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുക. കുടുംബക്ഷേത്രം ഇല്ലാത്തവര് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞ് പൂർണ്ണമായും പ്രാർത്ഥിച്ച് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അവിടുത്തെ കാണിക്കവഞ്ചിയിൽ ഇടുക, ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുക. മറ്റുള്ള മതസ്ഥരാണെങ്കിൽ അവരുടെ നേർച്ചപ്പെട്ടിയിലോ അങ്ങനെ അവിടെ കാണിക്കവഞ്ചി ഉണ്ടെങ്കിൽ അത് അവിടെ ഇടുക. അതാത് മതസ്ഥർക്ക് അവരുടെ രീതിയിൽ ചെയ്യാം. ആര് ചെയ്താലും ഇത് ഏറ്റവും നല്ല ഒരു ഐശ്വര്യം ഉണ്ടാക്കും, നമ്മുടെ എല്ലാ ബർക്കത്തുകളും ഇത് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം നമുക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും തരാൻ കഴിവുണ്ട് ഇതിനുള്ളതാണ്. അപ്പൊ ഈ കർക്കിടക മാസം സ്റ്റാർട്ടിങ്ങോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കണം. നല്ല ഒരു ജീവിതമാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും ജീവിതമാറ്റം ഉണ്ടാവും. ഇത് ചെയ്തു നോക്കിയ ശേഷം നിങ്ങൾ അതിന്റെ റിസൾട്ട് ഒന്ന് എനിക്ക് പിന്നീട് കമന്റിൽ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിലൂടെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ.
അപ്പൊ നമുക്കിത് നമ്മളിത് പറഞ്ഞു കൊടുത്ത വിഷയം നിങ്ങൾക്ക് ഫലിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് തീർച്ചയായിട്ടും അറിയണം. തീർച്ചയായിട്ടും നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.